നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ചില ആപ്പുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു ആപ്പ് നമുക്ക് പെൻഡിങ് എന്ന് ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജൊക്കെ ഉണ്ടാകും, പക്ഷേ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ അവസാനം കാണുന്ന താഴെ ഭാഗത്തേക്കുള്ള ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാം അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നോക്കി ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ, ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്ന ആപ്പുകളാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ആപ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്നോ ഒന്ന് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ സിസ്റ്റം ആപ്സ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്താലും മതി. മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ആപ്പുകൾ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എന്നുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ഡാറ്റ എന്നായിരിക്കും ചിലപ്പോൾ കാണാൻ സാധിക്കുക. നമ്മളത് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഡാറ്റ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഗൂഗിൾ പ്ലേ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണും, അതുകൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്തുള്ള ഡാറ്റ നമ്മൾ ഈ സ്റ്റോറേജ് ആൻഡ് യൂസേജിൽ പോയി ക്ലിയർ ഡാറ്റ കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഏറ്റവും അവസാനത്ത് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് വരിക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് വേണ്ട ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.